ഇന്ത്യൻ തോട്ട്സിൻ്റെ ഹോട്ട് ഷോട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രചോദനാത്മകമായ നേട്ടങ്ങൾ കൈവരിച്ച അസാധാരണക്കാരായ ആളുകളെയാണ് ഈ പന്തിയിലൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി SG ഷാജഹാൻ, ABUT MTP ആണ്. പ്രകൃതി ദുരന്തത്തിൽ സമൂഹം മറച്ചു നിന്ന സാഹചര്യത്തിൽ എല്ലാം ഉപേക്ഷിച്ച് സമൂഹത്തിൻ്റെ സഹായത്തിന് ഇറങ്ങിയെന്ന് മാത്രമല്ല, പുത്തൻചിറയുടെ ഒരു ആവേശവും രോമാഞ്ചവും ഒക്കെയായി മാറിയ അദ്ദേഹം വളരെയേറെ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളാം. വീട്, പിതാവ്, മാതാവ്, തറവാട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞാൽ തിരക്കില്ല. എൻ്റെ പിതാവിൻ്റെ ജന്മദേശം നോർത്ത് പറവൂരാണ്, എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ്. അദ്ദേഹം ഇവിടെ സർക്കാർ പള്ളിക്കൂടത്തിൽ ഒരു ഹെഡ് മാഷായിട്ട് ഇവിടെ ജോലി ചെയ്തു. ഇവിടെ നിന്ന് തന്നെ വിവാഹം കഴിച്ചു. ഇവിടെ പുത്തൻചിറക്കാരനായി മാറിയതാണ്. ഞങ്ങൾ 10 മക്കളാണ് എൻ്റെ പിതാവിന്. എനിക്ക് എൻ്റെ ഭാര്യ അസ്മാബി, 2 മക്കളാണ് എനിക്കുള്ളത്, നിഷയും നിമിതയും. നിഷ ഇവിടെ ഇപ്പോൾ നാട്ടിലുണ്ട്. നിമിത കുടുംബസമേതം കാനഡയിലാണ്. താങ്കളുടെ പിതാവിനെ പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. നല്ലൊരു ഗാന്ധിയനായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തെക്കാൾ ഉപരി നാടിനെ സ്നേഹിച്ചിരുന്നു, നാട്ടുകാരെ സ്നേഹിച്ചിരുന്നു. സ്കൂളിൽ പോകാതിരുന്ന കുട്ടികളെയൊക്കെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന് സ്കൂളിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ പല സ്കൂളുകളുണ്ടാകാൻ കാരണമായി, പുത്തൻചിറയിലോട്ട് റോഡുണ്ടാകാൻ കാരണമായി, ബസ് ഉണ്ടാകാൻ കാരണമായി, ഒത്തിരി കാര്യങ്ങൾക്ക് കാരണമായിട്ടൊന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞാൽ തിരക്കില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മകനായി ജനിക്കാൻ കഴിഞ്ഞാൽ ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പുത്തൻചിറയിലെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ എല്ലാ പുത്തൻചിറ ഡെവലപ്മെൻറ്റിനും അദ്ദേഹം മുൻനിരയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പുത്തൻചിറയിലെ ആദ്യത്തെ ഹൈസ്കൂള്, അതിനു മുൻപ് UP സ്കൂളുകൾ, LP സ്കൂളുകൾ, ഇതെല്ലാം തുടങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു. ഒരു ഖദർ ജുബയും തോളിലൊരു തോർത്തും, അതോടൊപ്പം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. ഖദറിൻ്റെ തന്നെ വെള്ളം മുണ്ടോ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിത വഴി മുഴുവൻ ഒരു ഗാന്ധിയനായി തന്നെയാണ് അദ്ദേഹം ജീവിച്ച് മരണപ്പെട്ടത്. പുത്തൻചിറയിലെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങിയതും അലി സാറായിരുന്നല്ലോ. പ്രത്യേകിച്ച് സാങ്ഷൻ പഠിച്ച സെക്രട്ടറി ആയിട്ടൊന്നും കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം അത് ബാങ്കാണ്, സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ അലിസാറായിരുന്നു അതിൻ്റെ സെക്രട്ടറി. അതിന് പ്രത്യേക സാങ്ഷൻ വേണ്ടി വന്നു. സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു സൊസൈറ്റിയുടെ സെക്രട്ടറി ആവാൻ സാധിക്കുമായിരുന്നില്ല. അതിന് സർക്കാരിൻ്റെ പ്രത്യേക അനുമതിയോടെയാണ് പുത്തൻചിറയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ അന്നത്തെ സൊസൈറ്റിക്ക് രൂപം നൽകിയത്. താങ്കളുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ പറ്റിയൊക്കെ ചെറുതായിട്ടൊന്ന് പറയാം. ബുദ്ധി മുന്നിലും ഓർമ്മ പിറകിലുമായൊരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. വളരെയധികം സമയം ആലോചിച്ചാലേ ഒരു ഉത്തരം എനിക്ക് ലഭിക്കൂ എന്നുള്ളൊരു അവസ്ഥ അന്നുണ്ടായിരുന്നു. ആ ഓർമ്മക്കുറവ് ഇന്നുമുണ്ട്. ആ ഓർമ്മക്കുറവ് കൊണ്ട് പരീക്ഷകളിലെ തോൽവിയായിരുന്നു. എന്നാൽ പരീക്ഷണങ്ങൾ വിജയിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോണിക്സിനോടുള്ള താല്പര്യം കൊണ്ട് അതാണ് പഠിച്ചത്. ഒരു SG ഇലക്ട്രോണിക്സ് എന്നൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിൽ അതിനെക്കുറിച്ച് എൻ്റെ ഓർമ്മക്കുറവിനെ കുറിച്ച് പറയുകയാണ്. അവിടേക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊണ്ടുപോയിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഭക്ഷണം കൊണ്ടുപോയിട്ട് തൊട്ടടുത്തൊരു ഹോട്ടലിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുക. പലപ്പോഴും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പാത്രം കഴിക്കാൻ തിരിച്ചു പോയിരുന്ന ഞാൻ പല ദിവസങ്ങളിലും ഭക്ഷണം കഴിച്ച് പാത്രമൊക്കെ അവിടെ വെച്ച് വരാറുണ്ട്. പക്ഷെ ഇതിനിടയിൽ ഒരു ദിവസം ഭക്ഷണം കഴിച്ച് കൈ കഴുകി തിരിച്ചു വന്നു എന്നുള്ള അർത്ഥത്തിൽ തിരികെ ഞാൻ എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാകുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഞാൻ കൈ കഴുകി ഭക്ഷണം കഴിച്ചു എന്നുള്ള അവസ്ഥയിൽ ഞാൻ തിരിച്ചെത്തി. അതാണ് എൻ്റെ ഓർമ്മ. ഇപ്പോഴും ആ ഓർമ്മ അതുപോലെയൊക്കെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഭഗവാനെ രക്ഷിതു. ഞാൻ ചോദിച്ചോട്ടെ, ഈ SG ഇലക്ട്രോണിക്സ് തുടങ്ങിയപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയായിരുന്നു? അവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? SG ഇലക്ട്രോണിക്സ് ആദ്യം റേഡിയോ റിപ്പയറിംഗ് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നത്തെ കാലത്ത് വാൽവ് റേഡിയോ ഉള്ള ഒരു കാലമാണ്. വാൽവ് റേഡിയോ ട്രാൻസിസ്റ്ററിലേക്ക് വരുന്ന ഒരു കാലമാണ്.
അന്ന് റേഡിയോയിന് ലൈസൻസ് ഒക്കെ വേണ്ട ഒരു കാലമായിരുന്നു. റേഡിയോ റേഡിയോ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് വേണം, അതോടൊപ്പം സർവീസ് ചെയ്യുന്നതിന് ലൈസൻസ് വേണം, അത് സ്റ്റോക്ക് ചെയ്യുന്നതിന് ലൈസൻസ് വേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞങ്ങളത് SG സൗണ്ട്സ് എന്നുള്ള ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതൊരു വിധം നല്ലതുപോലെ ഭംഗിയായിട്ട് പ്രവർത്തിച്ച ഒന്നാണ്. കൂടാതെ ഞാൻ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ലൈസൻസും കോൺട്രാക്ട് ലൈസൻസും കരസ്ഥമാക്കിയിരുന്നു. അത് ഉദ്ദേശിച്ച് ഇലക്ട്രിക്കൽ വർക്കുകളും എടുത്തിരുന്നു. അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മറ്റൊന്നാണ്, ഞാനിതിനിടയ്ക്ക് സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പഠിച്ചിരുന്നു. സൗണ്ട് എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മറ്റ് ജോലി ഓഫറുകളും ഉണ്ടായിരുന്നു. എനിക്ക് പൂനെയിൽ നിന്നും അതോടൊപ്പം കോണ്ടാഭാഗത്തു നിന്നൊക്കെ എന്നെ അന്വേഷിച്ച് ഇവിടെ നല്ല ഓഫറുകളുമായിട്ടന്ന് നാട്ടിൽ എനിക്ക് അങ്ങനെ സാധ്യതകൾ ഉണ്ടായിരുന്നു ഒരു കാലമായി. SG സൗണ്ട്സ് പുത്തഞ്ചിറയിലെ ആദ്യത്തെ സ്ഥാപനമായിരുന്നു. SG ഇലക്ട്രോണിക്സ് തന്നെ പുത്തഞ്ചിറയിലെ ഒരു ഇലക്ട്രോണിക്സ് സ്ഥാപനമായിരുന്നു. SG സൗണ്ട്സും അങ്ങനെ തന്നെയാണെന്ന് പറയാം. വെരി ഗുഡ്. നല്ലൊരു സാമ്പത്തിക നേട്ടം ഇതുകൊണ്ടൊക്കെ ഉണ്ടായെന്ന് കരുതുന്നു. ഇല്ല, എനിക്ക് അതിനോടൊരു ഭാഗ്യമൊന്നും എനിക്കുണ്ടായിരുന്നു ഞാൻ കരുതുന്നില്ല. അതിനുശേഷം ഞാൻ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയിരുന്നു. ആ ഇൻഡസ്ട്രി ഇൻവെർട്ടേഴ്സിന്റെ മാനുഫാക്ചറിങ്, ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടേഴ്സ്, പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വീടുകൾ ഉപയോഗിക്കുന്ന ഇൻവെർട്ടേഴ്സിന്റെ സ്ഥാപനം തുടങ്ങിയിരുന്നു. അതൊന്നും എന്നെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പുത്തഞ്ചിറയിൽ SG എവർ റോളിംഗ് ട്രോഫി ഇറങ്ങി, വോളിബോൾ മത്സരങ്ങൾ തുടങ്ങി. ഇതൊക്കെ കാരണമാണോ ഇവിടുന്ന് വിട്ട് പല ഓഫറുകളും സ്വീകരിച്ച് പോകാൻ വിസമ്മതിച്ചത്? അത് 80കളിലാണ്. 80കളില് സന്ധ്യ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു. അത് 6-7 വർഷം ഉണ്ടായിരുന്നു. അത് പുത്തഞ്ചിറയിലത്തെ ആദ്യത്തെ ഒരു ടൂർണമെന്റ് ആണെന്ന് പറയാം. അതിനോടൊപ്പം പുത്തഞ്ചിറയിലെ ആദ്യത്തെ വോളിബോൾ ടൂർണമെന്റിന്റെ സംഘാടകനും അമരക്കാരനും ആവാൻ എനിക്ക് സാധിച്ചിരുന്നു. പുത്തഞ്ചിറ മർച്ചൻസ് അസോസിയേഷനാണ് അത് കണ്ടക്ട് ചെയ്തത്. അതിന്റെ ഒരു അമരക്കാരനാവാൻ എനിക്ക് സാധിച്ചിരുന്നു. പിന്നീട് പുത്തഞ്ചിറയിൽ എന്നെ സംബന്ധിച്ച് മറ്റ് സാധ്യതകൾ ഉണ്ടായിട്ടും പോകാതിരിക്കാനുള്ള കാരണം പ്രധാനമായിട്ട് എൻ്റെ ഭക്ഷണക്രമത്തെ ഉദ്ദേശിച്ചിട്ടാണ്. ഒരുപക്ഷെ ഭക്ഷണം വളരെയേറെ ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അതിനാലായിരിക്കണം ഞാൻ അന്നും പോകാതിരുന്നത്, മറ്റ് സാധ്യതകൾ ഉണ്ടായിട്ടും വേണ്ടെന്ന് വെച്ചത്. എൻ്റെ ഷാജഹാന് ഒരുപക്ഷെ ഇഷ്ടപ്പെടില്ലാത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നിരവധി സന്ദർഭങ്ങൾ ഷാജഹാന് കിട്ടി. ആ സാധ്യതകളെ ഉപയോഗിക്കാതിരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് ഷാജഹാൻ കരുതുന്നുണ്ട്. ഇടയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയധികം സാധ്യതകൾ ഉണ്ടായിട്ട് ഞാൻ അതൊന്നും ഉപയോഗപ്പെടുത്തിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ സാധ്യതകളെ ഞാനാണല്ലോ നിരസിച്ചത്. അത് ഞാൻ എൻ്റെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്താമായിരുന്നു. സാമ്പത്തിക നേട്ടം അത് നേരത്തെ തന്നെ എൻ്റെ ഒരു അജണ്ടയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാലായിരിക്കാം ഈ സാധ്യതകളെ ഞാൻ വേണ്ടെന്ന് വെച്ചു എന്നുള്ളൊരു അഭിപ്രായത്തിലേക്ക് എത്തിയത്. അപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് പറയാം, എന്നോടൊപ്പമുള്ള എൻ്റെ അസ്മാബി, എൻ്റെ നല്ല പാതി, ഞാനൊരു കഥ പറയാം. അതിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിഷയും നിമ്മിയൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ആ സമയത്ത് ഇവർക്ക് പഠിക്കാൻ വേണ്ടി ഒരു ഇംഗ്ലീഷ് ബുക്സ് ഞങ്ങൾ വരുത്തിയിരുന്നു. ആ പുസ്തകത്തിന്റെ വരിക്കാരൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒരു 18 ലക്ഷം രൂപ അടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പുസ്തകത്തോടൊപ്പം ലെറ്റർ വന്നിരിക്കുന്നു. അപ്പൊ അസ്മാബി വളരെ സന്തോഷത്തിലായിരുന്നു, എന്നോടത് പറഞ്ഞു. ആ 18 ലക്ഷം രൂപയില് അസ്മാബി ഞാൻ എത്തിയപ്പോഴേക്കും അതിന് ലിസ്റ്റ് ഇട്ടു. 15 ലക്ഷം രൂപയുടെ ഒരു ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്നു. അത് പലർക്കും നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരുന്നു. 3 ലക്ഷം രൂപ, നമുക്ക് ഈ 3 ലക്ഷം രൂപ പോരെ എന്നാണ് എന്നോട് ചോദിച്ചത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു അത് മതി, നമുക്കത് മതി. പക്ഷെ ഈ 3 ലക്ഷം രൂപ ഇതിനൊരു ഗിഫ്റ്റ് ടാക്സ് എങ്കിലും കൊടുക്കാൻ തികയില്ലോ എന്ന് പറയുമ്പോഴാണ് അസ്മാബി അതുപോലെ ഓർത്തത്. അതാണ് എൻ്റെ നല്ല പാതി. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങളുടെ നിലപാടുകളെല്ലാം അങ്ങനെയാണ്. അതിൽ വളരെ ചെറുതായി എഴുതിയ ഒരു കാര്യം അസ്മാബി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ഘട്ടം കൂടി കടന്നാലേ നിങ്ങൾക്ക് ഈ സമ്മാനം ലഭിക്കൂ എന്ന്. അടുത്ത ഘട്ടം കടന്നില്ല, ഞങ്ങൾക്ക് ആ സമ്മാനവും കിട്ടിയില്ല. ഈ അവസരങ്ങളും സാധ്യതകളും ഉപയോഗിക്കുന്നതിനെ പറ്റി ഷാജഹാൻ പറഞ്ഞതിന് അല്പം കൂടെ വ്യക്തത ആവശ്യമുണ്ട്. അതുകൂടെ വിശദീകരിച്ച തരത്തില്ല. ദൈവം നമുക്ക് പല വഴികൾ നമുക്ക് തുറന്നു തരും. ആ വഴികളിൽ ഏത് വഴികളിലൂടെ പോകണം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്.
പലപ്പോൾ നമ്മുടെ വഴികൾ 2 തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിൽ സാമ്പത്തിക വഴി ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഈ ജീവിതത്തിന്റെ ചില വഴിത്തിരിവുകളുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ. ആ വഴിത്തിരിവുകളിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിത വിജയം. ആ ജീവിത വിജയം സാമ്പത്തിക വിജയത്തിലേക്കാണ് മുന്നോട്ട് നിങ്ങൾക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വഴി നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. ഞാൻ ഏതായാലും ആ വഴിക്കല്ല മുന്നോട്ട് പോയത്. എൻ്റെ ജീവിത വിജയം ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും എൻ്റെ സംതൃപ്തിയോട് അനുബന്ധിച്ചുള്ളൊരു ജീവിതമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതുപോലെ അവസരങ്ങളില്ല എന്ന് പറയുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവസരങ്ങളുണ്ട്, നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ അവസരങ്ങൾ നമ്മളെ തേടിയെത്തില്ല. പലപ്പോഴും ചിലർക്കൊക്കെ ഭാഗ്യവാന്മാർ അവരെ തേടിയെത്തിയെന്ന് വരും. പക്ഷേ കൂടുതൽ പേരും നമ്മൾ അവസരങ്ങൾ സൃഷ്ടിച്ചാലേ തീർച്ചയായിട്ടും നമ്മൾ അവസരങ്ങൾ തേടിയെത്തിയുള്ളൂ. ഏതാണ്ട് ഇക്കാലത്താണല്ലോ അമച്വർ റേഡിയോയിലോട്ട് എത്തിയിരുന്നത്. ആ യാത്ര ഒന്ന് വിശദീകരിക്കാം. അത് 1989 ഒരു വീട് കിട്ടിയ ഒരു കടലാസ് കഷ്ണത്തിൽ നിന്നാണ് ഈ ഹാം റേഡിയോയെ കുറിച്ച് അറിയുകയും ഈ ഹാം റേഡിയോയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ അടൂരുള്ള ശർമാജി, അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹമാണ് എനിക്ക് ഇതിനുള്ള ഒരു വഴി തുറന്നു തന്നത്. അവിടെ നിന്ന് ഞാൻ ഇതിനു വേണ്ടിയുള്ള ലൈസൻസിന് അപേക്ഷിച്ചു. തിരുവനന്തപുരത്ത് പോയാണ് എൻ്റെ ടെസ്റ്റ് പാസ്സായത്. ആ ടെസ്റ്റ് എഴുതി 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളായിരുന്നു ഞാൻ മാത്രമേ അതിൽ പാസ്സായുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ഹാം റേഡിയോയിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. അന്ന് എനിക്ക് ലൈസൻസ് ലഭിച്ചത് VU3 ഗ്രേഡിലാണ്, 2nd ഗ്രേഡിലാണ് എനിക്ക് ലഭിച്ചത്. അതിന്റെ കോൾ സൈൻ VU3 ആയിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എയറിൽ വന്ന ഒരു VU3 സ്റ്റേഷനാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമായിട്ട് VU3, അതുവരെ VU2 ആയിരുന്നു. ഗ്രേഡ് 2കാർക്ക് സാധാരണ കൊടുത്തിരുന്നത് XYZ എന്നുള്ള ലാസ്റ്റ് അക്ഷരങ്ങൾ ഗ്രേഡ് 2കാർക്കായിരുന്നു. പക്ഷെ ഞാൻ വരുന്ന സമയത്താണ് ഗ്രേഡ് 2വിനും VU3 എന്നുള്ളൊരു കോൾ സൈൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ നൽകിയത്. അന്ന് എനിക്ക് ലഭിച്ച കോൾ സൈൻ VU3 മൈക്ക് ആൽഫ സീറ VU3 MS ആയിരുന്നു. അതിനുശേഷം 1993 ഫസ്റ്റ് ഗ്രേഡ് പാസ്സായി VU2 MTP എന്ന കോൾ സൈനായി മാറി. അമച്വർ റേഡിയോ കൊണ്ട് എന്ത് പ്രയോജനം കിട്ടി? വിശാലമായ ഒരു ലോകത്തേക്കുള്ള ഒരു തുറന്ന വാതിലായിരുന്നു ഹാം റേഡിയോ. അതിലൂടെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കാനും അതോടൊപ്പം എൻ്റെ പഠനാവശ്യങ്ങൾക്ക് ധാരാളം ഒരു വാതിലുകളാണ് എനിക്ക് തുറന്നു കിട്ടിയത്. ഹാം റേഡിയോ ഉപകരണങ്ങൾ ഷാജഹാൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു, അതോ വിലയ്ക്ക് വാങ്ങിക്കുകയായിരുന്നു? ഇല്ല, അന്ന് നമുക്ക് റേഡിയോ ഒന്നും കമേഴ്ഷ്യൽ റേഡിയോകളൊന്നും അവൈലബിൾ ഉള്ള ഒരു കാലമായിരുന്നില്ല. അന്ന് നമ്മുടെ പുത്തഞ്ചേരിക്ക് അടുത്തെന്ന് വേണമെങ്കിൽ പറയാം, തുരുത്തിപ്പുറം എന്നുള്ള സ്ഥലത്ത് ഒരു റേഡിയോ ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു, VW. അദ്ദേഹമാണ് ചെറിയ തരം ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കി അതിൻ്റെ ഡിസൈൻ ചെയ്തിരുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു. അദ്ദേഹം എനിക്ക് അതിന് വേണ്ടിയുള്ള സർക്യൂട്ടും കാര്യങ്ങളൊക്കെ തന്നു. ഞാനത് എൻ്റെ വീട്ടിൽ വെച്ച് സ്വയം ഉണ്ടാക്കി. അത് ഏകദേശം 200-300 രൂപ കൊണ്ട് ചെറിയൊരു ട്രാൻസ്മിറ്റർ ഉണ്ടാക്കി. അതിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ട്രാൻസ്മിഷൻ, ലോകത്തോട് ഞാൻ സംസാരിക്കുന്നത് അതിലൂടെയാണ്. അത് പിന്നീട് ഞാൻ പലർക്കും ആ റേഡിയോ ഉണ്ടാക്കി, അല്ലെങ്കിൽ വയർലെസ് ട്രാൻസ്മിറ്റർ ഉണ്ടാക്കി ഞാൻ പല ഹാം റേഡിയോ സുഹൃത്തുക്കളെ ഞാൻ സഹായിച്ചിട്ടുമുണ്ട്. ELCBയെ പറ്റി കേട്ടുകേൾവി പോലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി ഒന്ന് പറയും. 1982 അന്ന് ഇന്ത്യയിലൊന്നും ELCB ഇല്ല. ELCB കണ്ടുപിടിച്ചിട്ടുണ്ട് വിദേശത്തൊക്കെ, പക്ഷേ വിദേശത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലാണ് ELCB ഇല്ലാത്തൊരു കാലമാണ്. ആ സമയത്ത് എൻ്റെ അനുജൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വാടക വീട്ടിൽ വെച്ച് ഷോക്ക് അടിച്ച് അതിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അന്നാണ് നമ്മൾ ചിന്തിച്ചത് എന്തുകൊണ്ടൊരു ELCB നമുക്ക് ഉണ്ടാക്കിക്കൂടാണ്. 2-3 വർഷം എടുത്തു. അതിൻ്റെ പിറകെ ഞാൻ നടന്ന് 2-3 വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ELCB സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ELCB എന്ന് വേണമെങ്കിൽ പറയാം. ആ ELCB ഞങ്ങൾ കമേഴ്ഷ്യലൈസ് ചെയ്യാനൊക്കെ നോക്കി. തൃശ്ശൂർ സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഡെമോ നടത്തുന്ന സമയത്ത്
അവിടെയുള്ളവർക്കൊക്കെ ഭയമായിരുന്നു. ഞങ്ങളെ ഷോക്ക് നമ്മൾ നേരിട്ട് ഇലക്ട്രിക്കൽ ലൈനിൽ തൊടുകയാണല്ലോ, തൊടുമ്പോൾ ആ സമയത്ത് ഇത് ഓഫ് ആവുമെന്നാണ് നമ്മൾ അവകാശപ്പെട്ടത്. അവിടെയുള്ള ഉദ്യോഗസ്ഥരെ, എനിക്കറിയാം വർഗീസ് സാറായിരുന്നു അതിന്റെ ഒരു അവിടുത്തെ ഇലക്ട്രോണിക്സിന്റെ ഡിവിഷന്റെ ഹെഡ്. അദ്ദേഹം മറ്റുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു ഉപകരണത്തെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ അത് ഡെമോ ചെയ്ത് കാണിച്ചു. എല്ലാവർക്കും ഇത് അത്ഭുതമായിരുന്നു, ഭയവുമായിരുന്നു. അപ്പൊ ഞങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് വളരെ അത്ഭുതകരമായിരുന്നു. പക്ഷെ പിന്നീട് ഞാനത് കമേഴ്ഷ്യലൈസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ ലൈസൻസ് കിട്ടാൻ കുറച്ച് വൈകി. അത് ഡൽഹിയിൽ നിന്ന് വേണമായിരുന്നു അതിന്റെ സാങ്ഷൻ കിട്ടണമെങ്കിൽ. 1986 നമ്മളിപ്പോ സാധാരണ കാണുന്ന ഈ LCB നമ്മുടെ നാട്ടിലെത്തി. അത് പ്രചാരം നേടുകയും ചെയ്യും. ഒരു കണക്കിന് നന്നായി എനിക്ക് എൻ്റെ ആ പ്രോഡക്റ്റിന് ലൈസൻസ് കിട്ടാഞ്ഞതും ഞാൻ തുടങ്ങാഞ്ഞതും എന്ന് എനിക്ക് തോന്നിയുണ്ടായി. ഷാജഹാൻ പറഞ്ഞു എനിക്ക് ഈ ചെയ്യുന്ന പണികളൊന്നും വരുമാനമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. പക്ഷെ കുടുംബമായി കഴിഞ്ഞപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാൻ എങ്ങനെ സാധിച്ചു? ഇതിനിടയിൽ ഞാൻ ആർക്കിടെക്ചറൽ ഡ്രോയിങ്ങിനെ കുറിച്ച് പഠിച്ചു. അത് ഞാനൊരു ഹോബിയായിട്ട് പലർക്കും ഡ്രോയിങ് ഒക്കെ ചെയ്തു കൊണ്ടിരുന്നു. ആ ഡ്രോയിങ് അതിനുശേഷം എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കൂടാ. അങ്ങനെ ധാരാളം ഡ്രോയിങ്ങുകൾ ചെയ്യാൻ സാധിച്ചിരുന്നു. അത് വരച്ചു കൊടുത്തു. അത് ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ പള്ളികളുടെ ധാരാളം വീടുകളുടെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. സർക്കാർ ബിൽഡിങ്ങുകളുടെ ഒക്കെ ചെയ്യാനൊക്കെ സാധിച്ചു. അത് വളരെ നല്ലൊരു അത്യാവശ്യം എനിക്ക് സാമ്പത്തികമായിട്ട് നേട്ടത്തിനും അത് ഇടയാക്കിയിരുന്നു. അതൊരു നല്ലൊരു അതാണ് എൻ്റെ സാമ്പത്തിക നേട്ടത്തിന് ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വർക്ക് ഒരിക്കലും കോൺട്രാക്ട് എടുത്തിട്ടില്ല. ബിൽഡിംഗ് ഡിസൈനിങ്ങും സൂപ്പർവിഷനും മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ ഡിസൈനിങ്ങിലും അല്ലെങ്കിൽ സൂപ്പർവിഷനും മാത്രമുള്ളൊരു സാമ്പത്തിക നേട്ടമാണ് ഉണ്ടായത്. അപ്പൊ ഇതിനിടയിലും എനിക്കുണ്ടായ മറ്റൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ, 2 അറബികൾ എന്നെ തേടിയെത്തിയിരുന്നു ഈ ബിൽഡിംഗ് ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ. 2 അറബികൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നു. പുത്തഞ്ചിറയിൽ തന്നെയുള്ളൊരു വർഗീസും ഒരു സൈനുദ്ദീനുമാണ് ഈ 2 അറബികളെ കൊണ്ടുവരുന്നു. എനിക്കൊരു നല്ലൊരു ഓഫർ ഗൾഫിൽ തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് ആ ജോലി ഞാൻ ഉപേക്ഷിക്കുന്നുണ്ടായിരുന്നു. ഗൾഫിൽ മറ്റ് സാധ്യതകളും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇലക്ട്രോണിക്സിന്റെ സമയത്ത് എനിക്ക് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധ്യതകൾക്ക് വേണ്ടിയും എനിക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ സൗണ്ട് എഞ്ചിനീയറിംഗിലും എനിക്ക് ഗൾഫ് സാധ്യതകൾ ഉണ്ടായിരുന്നു. അതും ഞാൻ ഉപേക്ഷിച്ചിരുന്നു. എൻ്റെ അറിവ് ശരിയെങ്കിൽ സദാ ചലിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് ഷാജഹാൻ. ഷാജഹാന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് നേട്ടമുണ്ട്? സാമ്പത്തിക നേട്ടം എനിക്ക് ലക്ഷ്യമില്ല എന്ന് താങ്കളോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ സാമൂഹികമായിട്ട് മറ്റു നിലയിൽ എനിക്കൊരു ഭാഗ്യമുണ്ടായത്, പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ സാധിച്ചിരുന്നു. മാളയിലൊരു വേദിയിൽ വന്നപ്പോൾ എനിക്ക് അതിനൊരു സാധ്യത ഉണ്ടായിരുന്നു. അതോടൊപ്പം എൻ്റെ പിതാവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പേര് എൻ്റെ വീട്ടിൽ വരാനിടയായിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് എനിക്ക് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിരുന്നു. ഇവിടെ കുഞ്ഞുണ്ണി മാഷ് എൻ്റെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ചില ഭാഗ്യങ്ങളാണ്. അതോടൊപ്പം കരുണാകരൻ എൻ്റെ വിവാഹത്തിന് എൻ്റെ വീട്ടിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് ഞാനപ്പോഴേക്കും പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു. എൻ്റെ പിറകെ അദ്ദേഹം വധൂഗ്രഹത്തിൽ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാനൊരു അവസരമുണ്ടായി. അങ്ങനെയുള്ള ചില ഭാഗ്യാവസ്ഥകളും എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ചില നേട്ടങ്ങൾ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണോ ഒരിക്കലും മുഖ്യമന്ത്രി കരുണാകരന്റെ കയ്യിൽ കയറി പിടിച്ചത്? എങ്കിലും ഒരു ആരോപണം കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണ്. അത് 1985 ഞങ്ങൾ സന്ധ്യ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ പുത്തുഞ്ചിറയിലെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നു. അതിന്റെ 5ാമത് സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി സംഘാടകർ മുഖ്യമന്ത്രിയെ കൊണ്ട് അത് സമ്മാനദാനം നൽകിയാലോ എന്ന് തീരുമാനിക്കുന്നു. ഞാനാണ് ഞാനും എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തെ പോയി ബുക്ക് ചെയ്യുന്നു. ആ ദിവസത്തേക്ക് വരാമെന്ന് അദ്ദേഹം ഏൽക്കുന്നു. PA കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പോയിരുന്നു. ഇവിടെ ഈ സമ്മാനദാനത്തിന്റെ സമയം 5 മണിക്ക് അദ്ദേഹം എത്താന്ന് ഏറ്റിരുന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. അദ്ദേഹത്തെ കാണുന്നില്ല. കരുണാകരൻ അങ്ങനെയാണ്, കുറച്ച് വൈകും. അന്നൊക്കെ അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ധാരാളം തിരക്കുള്ള മനുഷ്യനാണല്ലോ. 6 മണിയായിട്ടും കാണാതെ ഇപ്പോൾ ഞാൻ അതിന് മുൻപുള്ളൊരു വേദിയുണ്ട്. ആ വേദിയിലേക്ക് ഞാൻ എത്തുകയാണ്. പുത്തഞ്ചിറ ആശുപത്രിയായിരുന്നു അത്. അവിടെ വെയിറ്റ് ചെയ്തു. അദ്ദേഹം അവിടെ വന്നു. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങുമ്പോഴേക്കും സന്ധ്യയായി, ഇരുട്ട് വരുന്നു.
അദ്ദേഹം ഇനി അടുത്ത പരിപാടി എവിടെയാണ് പിയോട് ചോദിക്കുമ്പോൾ പി എ അപ്പോൾ തന്നെ പറയുന്നു അടുത്ത ഇത് പുത്തുഞ്ചിറ പഞ്ചായത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാനത് തൊട്ടടുത്തുണ്ടായിരുന്നു. ഞാനപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, അല്ല, പുത്തുഞ്ചിറ ഹൈസ്കൂൾ ഗ്രൗണ്ടാണ്, അവിടെ ഫുട്ബോൾ സമ്മാനദാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പി എ വീണ്ടും അത് പറയുന്നു, അല്ല, ഇനി ലിസ്റ്റിലില്ല, അടുത്ത പരിപാടി അവിടെയാണ്, പുത്തുഞ്ചിറ ഹൈസ്കൂൾ ഗ്രൗണ്ട് ലിസ്റ്റിലില്ല എന്ന് പറയുന്നു. അപ്പൊ തന്നെ അദ്ദേഹം എഴുന്നേൽക്കുന്നു, പോകാനുള്ള പരിപാടി അന്ന് എങ്കിൽ ലിസ്റ്റിലില്ലാത്താണെങ്കിൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു സങ്കടവും വിഷമമായി. ആ സമയത്ത് പുത്തുഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റും അതിന് ഒരു അനുകൂലമായൊരു നിലപാടെടുത്തു. ഞാൻ അപ്പൊ തന്നെ കരുണാകരന്റെ കയ്യിൽ കയറി ശക്തമായിട്ട് പിടിച്ചു എന്ന് പറയാം. കൈത്തണ്ടയിൽ കയറി പിടിച്ചു. ഞാൻ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കാനുണ്ടായത്. അപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ വരാം, ഗ്രൗണ്ടിലേക്ക് ഞാൻ വരാം എന്ന് പറയുന്നു. ഞാൻ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് ഞാൻ ഗ്രൗണ്ടിലേക്ക് ഓടി എത്തിയപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ കാറാണ്, കരുണാകരന്റെ കാറാണ്. പൈലറ്റ് വാഹനമൊക്കെ അടുത്ത പരിപാടിയിലേക്ക് പോയി, ലിസ്റ്റ് പ്രകാരം അവിടെയാണ്, അതാണല്ലോ. കരുണാകരന്റെ കാറാണ് ഗ്രൗണ്ടിലേക്ക് വരുന്നു. ലൈറ്റിന് ഇരുട്ടിനെ കയറി മുറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാറാണ് വരുന്നത്. പിറകെ ഒരു പോലീസ് ജീപ്പ് മാത്രം. അങ്ങനെ അവിടെ ഉള്ള ഒരു പെട്രോമാക്സിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ സമ്മാനദാനം നിർവഹിച്ചു പോയത്. അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മിസ്റ്റേക്ക് ആയിരുന്നില്ല, ഞങ്ങളുടെ തന്നെ ഒരു കുറവാണ്. കാരണം ഞങ്ങൾ ഈ പ്രോഗ്രാമിന് നോട്ടീസ് അടിച്ചിട്ട് ആ നോട്ടീസ് തിരുവനന്തപുരത്ത് എത്തിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഒരു വീഴ്ച തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അതിന് വന്നു എന്നുള്ളത് അങ്ങനെ ഒരു ഒന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ രാമനിലയത്തിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹം കൈ കാണിച്ചിട്ട് പറഞ്ഞു, എനിക്കന്ന് നല്ല വേദന എടുത്തു കേട്ടോ എന്ന് വരെ പറയുണ്ടായി. ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്ത കാര്യം കേട്ടിട്ടുണ്ട്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസിന്റെയും എഞ്ചിനീയേഴ്സിന്റെയും ഒരു കൂട്ടായ്മയുടെ ഏഷ്യ പസഫിക് റീജിയന്റെ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള 4 പ്രതിനിധികളുടെ ഒരാളായിട്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതാണ്. അത് പൊതുസേവനത്തിൽ ഷാജാൻ ഏറ്റവും കൂടുതൽ സാധ്യത കിട്ടിയത് അമേച്ചർ റേഡിയോയിലാണെന്ന് തോന്നുന്നു, അല്ലേ? അമേച്ചർ റേഡിയോയിലും എനിക്ക് ധാരാളം അങ്ങനെ പൊതുവായിട്ട് പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ടായി. ഞാൻ ലൈസൻസ് എടുത്ത ഉടനെ തന്നെയായിരുന്നു നമ്മുടെ ലാത്തൂർ ഭൂകമ്പം, അതിനുശേഷം ഗുജറാത്ത് ഭൂകമ്പം. അതിലൊക്കെ നമുക്ക് ആ സമയത്ത് തന്നെ ധാരാളം ദിവസങ്ങളോളം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള അല്ലെങ്കിൽ തൃശ്ശൂർ കളക്ടറേറ്റിൽ ലഭിച്ചിരുന്ന പല എൻക്വയറികളുടെയും എന്നിലൂടെ എനിക്ക് ഗുജറാത്തിലേക്ക് കൈമാറി അവിടെ നിന്ന് വിവരങ്ങൾ കൈമാറാൻ ആ ഒരു അവസരം. ഗുജറാത്ത് എർത്ത് അതിന് ഞങ്ങൾ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് ധാരാളം പേര് ദിവസങ്ങളോളം വർക്ക് ചെയ്തൊരു സമയമാണ്. അമേച്ചർ റേഡിയോയില് കുറേ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സുനാമിയും ഒക്കെ വന്നപ്പോൾ അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. സുനാമിയും ഓക്കെയും വന്നപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് ധാരാളം പേര് വർക്ക് ചെയ്തിരുന്നു. കൂട്ടത്തിൽ എനിക്കും വർക്ക് ചെയ്യാനൊരു അവസരം ഉണ്ടായി. ധാരാളം അത്തരം സാധ്യതകൾ ഉണ്ടായിരുന്നു, വർക്ക് ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2018 പ്രളയം, ആ പ്രളയം ആണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് വർക്ക് ചെയ്യേണ്ട ഒരു അവസരം. നമ്മൾ ഒരുപക്ഷെ ഇത്രയും ഇങ്ങനെ നേരിട്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല. അതിന് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ 7 ദിവസം തുടർച്ചയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 4 ദിവസം കണ്ടിന്യൂസ് ഉറക്കമൊഴിച്ചിരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആദ്യം റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നെങ്കിൽ പിന്നീട് 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അത് അവരെ സേവ് ചെയ്ത് അവരുടെ ക്യാമ്പുകളിൽ ഭക്ഷണം എത്തിക്കേണ്ട ഡയറക്ഷൻ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചുമതലകളിലേക്ക് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു. അന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് അത് കൂടുതൽ ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടി വന്നത്. അത് വളരെയേറെ ഉപകാരപ്പെട്ടൊരു സംഗതിയാണ്. ജില്ലാ കളക്ടറെ സംബന്ധിച്ച് അത് വളരെയേറെ സന്തോഷം തോന്നിയ ഒന്നാണ്. ഞങ്ങൾ ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സിന് ജില്ലാ കളക്ടർ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയുണ്ടായി 2018. തുടർന്ന് ഇതുവരെയും ഞങ്ങൾ തൃശ്ശൂർ ജില്ലാ കളക്ടറേറ്റുമായി സഹകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഏറ്റവും വലിയ സർവീസുമായിട്ട്, അതായത് ധൈര്യമായിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും, അതായത് എന്താ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവില്ല, ഞങ്ങള്
ഹാം റേഡിയോ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ടെന്ന് വളരെ എന്താ പറയാ സമാധാനത്തോടെയും വളരെ കോൺഫിഡൻസോടും കൂടിയാണ് നമ്മൾ പറയാറുള്ളത്. അതും ഞാൻ പറഞ്ഞല്ലോ, ഡിസ്ട്രിക്റ്റിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയത്ത് എല്ലാ മനുഷ്യരും ഇങ്ങനെ മാറണോ, ഇപ്പം മാറണോ, പിന്നെ മാറണോ, വെള്ളം കയറുവോ ഇല്ലയോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, തൃശൂർ പൂരത്തിന്റെ സമയത്ത് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഹാം ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുള്ളത്. അസ്മാബിയെ അമിത്ഷാ റേഡിയോ സമൂഹം ആദരവോടെ കാണുന്നു. കാരണം ഷാജഹാന്റെ സാമൂഹ്യ സേവനത്തിന് പൂർണ്ണമായിട്ടും വിട്ടുനിന്നു. പക്ഷെ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഈ കൊച്ചുമോൾക്ക് വളരെ ഗുരുതരമായൊരു അസുഖം വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും വകവെക്കാതെ മൈക്രോഫോൺ താഴെ വെക്കാതെ തുടർന്നത് അത്ര ശരിയായതെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്. അത് ആ 2018 പ്രളയ സമയത്താണ്. മകളുടെ മകനാണ്, മോൾക്കല്ല ആയിരുന്നില്ല, മകൻ ദനിയാലിനാണ്. ആ സമയത്താണ് അവനെ ഹോസ്പിറ്റലിൽ 2 മാസം പ്രായമായ കൊച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. അത് പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. കാരണം ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, കമ്മ്യൂണിക്കേഷൻ ഞാനിതിൻ്റെ ഒരു ലിങ്ക് പോലെ പ്രവർത്തിച്ചൊരു സമയമാണ്. പല ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സും അവർക്ക് പുറമേക്ക് ഒരു സന്ദേശം അയക്കണമെങ്കിൽ ഞാൻ വേണം. ഞാനിവിടെ പല ജില്ലകളിൽ നിന്ന് പോലും ആ സമയത്ത് ഞാനിവിടുന്ന് മൈക്രോഫോൺ അല്ലെങ്കിൽ എൻ്റെ റേഡിയോ ഓഫ് ചെയ്താൽ പലരും ഒറ്റപ്പെട്ടു പോകും. അവർക്ക് മറ്റൊരു സാധ്യതയുമില്ല ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ദനിയാലിന് ഒരു അസുഖം വരികയും എനിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസരം വന്നപ്പോൾ എനിക്ക് സാധിച്ചില്ല. അതിനുശേഷം അവനെ ഹോസ്പിറ്റലൈസ് ചെയ്തു. 5 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യണം. അന്നാണ് എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി അവരെ കാണാനും അവരെ കൊണ്ടുവരാനും സാധിച്ചത്. ഷാജഹാന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവം? മറക്കാനാവാത്ത പല സംഭവങ്ങളുണ്ട്. ഈ ഹാം റേഡിയോ ആയിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു ദിവസം രാവിലെ ഞാൻ ബെല്ലടിക്കുന്നതായിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഞാൻ അറിയാത്ത ഒരാള്. ഞാൻ അബ്ദുൽ ഖാദർ എന്നാണ് തോന്നുന്നു, അങ്ങനെ പറയുന്നു. അദ്ദേഹം ജപ്പാനിൽ നിന്ന് വരികയാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തെ ഞാൻ അതിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ജപ്പാനിലൊരു സുനാമി ഉണ്ടായിരുന്നു. ആ സുനാമി ഭൂകമ്പം ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ ആ ഭൂകമ്പത്തിലാണ് സുനാമിയൊക്കെ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹം അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിച്ച ഒരാള്, അദ്ദേഹത്തിന്റെ വീട്ടിൽ അറിയിച്ച ഒരാള് ഞാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് എന്നെയാണ് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരാളുടെ ഒരു വിവരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് റേഡിയോ വഴി ആദ്യം ബന്ധപ്പെട്ട ജോസിനെയാണ് എനിക്ക് കിട്ടിയത്. ഹൈദരാബാദ് ജോസ് അദ്ദേഹം പറഞ്ഞു ഭാരതി പ്രസാദിനെ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. ഭാരതി പ്രസാദ് വഴിയാണ് ജപ്പാനിൽ ഇദ്ദേഹം അവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന ഒരു വിവരം എനിക്ക് ആദ്യമായിട്ട് തരുന്നത്. ആ വിവരം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അറിയിക്കുകയും ഇതിനെ തുടർന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി എനിക്ക് ബന്ധപ്പെടാൻ പറ്റുള്ളൂ, അക്കാര്യം കൂടി വീട്ടിൽ അറിയിക്കാൻ പറഞ്ഞ എൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അവരെ വീട്ടുകാരെ കണ്ട് അതേ കാറിൽ തന്നെ, വീട്ടിൽ കയറാതെ അതേ കാറിൽ തന്നെ എനിക്ക് നന്ദി പറയാൻ എൻ്റെ വീട്ടിലെത്തിയത്. അതൊരു മറക്കാനാവാത്ത സംഭവമാണ്. അത് തീർച്ചയായിട്ടും അത്തരം നമുക്ക് ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഷാജഹാൻ എന്ത് ചെയ്യും? ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. ബിൽഡിംഗ് ഡിസൈനിങ്ങും സൂപ്പർവിഷനുമായിട്ട് അത്യാവശ്യം ചില വർക്കുകളൊക്കെ ചെയ്തു വരുന്നു. കൂടാതെ പൊതുരംഗം ഉണ്ട്. ഞാൻ പുലരി ക്ലബിന്റെ രക്ഷാധികാരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പുത്തഞ്ചിറയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പുലരി സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോഴും ആ SG എവർ റോളിംഗ് ട്രോഫി വളരെ ഭംഗിയായിട്ട് എല്ലാ വർഷവും നടത്തപ്പെടുകയാണ്. കൂടാതെ ഞാൻ നാഷണൽ റോഡ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ ജോയിന്റ് ഡയറക്ടറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന്റെ പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാം റേഡിയോ ആയിട്ട് റിലേറ്റഡ് തന്നെയാണത്. പിന്നെ ഞാൻ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തി വരുന്ന ഒരാളാണ്. കഴിഞ്ഞ 22 വർഷത്തെ പുത്തുഞ്ചിറയിൽ പെയ്യുന്ന മഴയളവുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരാളും, അതോടൊപ്പം കഴിഞ്ഞ 5-6 വർഷമായിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ മഴയളവുകൾ റെയിൻഫോൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നു. കൂടാതെ ഞാനിപ്പോൾ എൻ്റെ പരീക്ഷണശാലയിൽ 18-20 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുക.
ഷാജഹാൻ കുറെ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി തുടർന്ന് പറയും. ഇലക്ട്രോണിക് ചൂലിനെ കുറിച്ചായിരിക്കാം ഒരുപക്ഷെ താങ്കൾ പറഞ്ഞത്, അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ഇലക്ട്രോണിക് ചൂല്. അതാണ് ഞാൻ എൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് അത്. ഇവിടെ മുറ്റമടിക്കാൻ ആൾക്കാരെ കിട്ടാതായപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒന്നാണ് ഇലക്ട്രോണിക് ചൂല്. അത് കുറച്ച് ദിവസങ്ങൾ എടുത്തിട്ടാണ്, അല്ലെങ്കിൽ മാസങ്ങൾ എടുത്തതിന് ശേഷമാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു 8ാമത്തെ മോട്ടോറാണ്. പല മോട്ടോറും പരീക്ഷിച്ച് പുറത്തേക്ക് ഇറക്കിയില്ല, പക്ഷെ എൻ്റെ ലാബോറട്ടറിയിൽ തന്നെ പരിശോധിച്ചപ്പോൾ അത് 8ാമത്തെ മോട്ടോറാണ് ഞാൻ അതിന് വേണ്ടി ഉപയോഗിച്ചത്. അങ്ങനെയാണ് ഇലക്ട്രോണിക് ചൂല് ഉപയോഗിച്ച് ഞങ്ങളിവിടെ ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിന് 2 മാസത്തിന് ശേഷമാണ് അതൊരു വാർത്താ പ്രാധാന്യം നേടിയത്. വാർത്താ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിലേക്ക് തന്നെ വാർത്ത പോയി. മലയാള പത്രങ്ങളെല്ലാം, എല്ലാ പത്രങ്ങളും അത് വാർത്തയാക്കി, TV ചാനലുകൾ അത് വാർത്തയാക്കി. അതൊരു വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒന്നായിരുന്നു. അതുകൊണ്ട് അതിനു മുൻപായിട്ട് ഞാൻ തുടങ്ങി വെച്ച ഒന്നായിരുന്നു ഇലക്ട്രോണിക് സ്റ്റെത്തോസ്കോപ്പ്. ഇലക്ട്രോണിക് സ്റ്റെത്തോസ്കോപ്പിന്റെ അതിൻ്റെ ഒരു മൊഡ്യൂള് കിട്ടാൻ കുറച്ച് വൈകിയതിന്റെ പേരിലാണ് അത്. അതിന് പിന്നീടാണ്, ചൂലിന് ശേഷമാണ് ഇത് പുറത്തു വന്നത്. ഇലക്ട്രോണിക് സ്റ്റെത്തോസ്കോപ്പ് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അത് നമ്മളൊരിക്കലും ഈ ഡോക്ടർ ഡയറക്റ്റ് നമുക്ക് പരിശോധിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡോക്ടർ ഒരു യൂണിറ്റുമായിട്ട് ഡോക്ടറുടെ വീട്ടിലോ അല്ലെങ്കിൽ ഡോക്ടറുടെ ഓഫീസിലോ ഇരുന്നാൽ മതി. സ്റ്റെത്തിന്റെ അടുത്തൊരു പീസ് ബൈസ്റ്റാൻഡർ രോഗിയുടെ നെഞ്ചിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയം ഇടിപ്പുകളോ അല്ലെങ്കിൽ ലങ്സിന്റെ മൂവ്മെന്റ്സോ വ്യക്തമായിട്ട് ഡോക്ടർക്ക് ലഭിക്കും. അത് നെറ്റ് വഴിയാണെങ്കിൽ ലോകത്തുള്ള എവിടെ ഇരുന്നു വേണമെങ്കിലും അത് ആ ഡോക്ടർക്ക് പരിശോധിക്കാവുന്ന ഒന്നാണ് അത്. മറ്റൊന്നാണ് ഈ വാഷ്റൂം ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ. അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് തന്നെയാണ്, മോട്ടോറൈസ്ഡ് ഡിവൈസ്. അത് സ്ത്രീകൾക്ക് വേണ്ടി തന്നെയുള്ള അടുത്തൊരു പ്രോഡക്റ്റ്. ആദ്യത്തെ പ്രോഡക്റ്റ് ചൂല് സ്ത്രീകൾക്കാണെങ്കിൽ ഇതും സ്ത്രീകളെ സഹായിക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അതാണ് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടുപിടിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ റെയിൻഫോൾ ഡാറ്റ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ടെന്ന്. ഞാനിവിടെ ആദ്യമൊക്കെ സാധാരണ കൺവെൻഷണൽ മോഡലിലായിരുന്നു ഞാൻ റെയിൻഫോൾ ഡാറ്റ കളക്ട് ചെയ്തിരുന്നത്. വെച്ചാൽ ഇപ്പൊ ഞാനത് ഇലക്ട്രോണിക് ഡിവൈസാണ്. ആ ഡിവൈസിലാണ് അതും ഞാൻ നിർമ്മിച്ച് ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ റെയിൻഫോൾ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഡിവൈസ്, ഡിജിറ്റലൈസ്ഡ് ഡിവൈസ്. എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടി ഇതുപോലെ പലതും ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ഗേറ്റ് കടന്ന് ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ അടുക്കളയിൽ അലാം മുഴങ്ങി. അതുപോലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന, ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന കോക്കനട്ട് സ്ക്രാപ്പർ, മിനി ഗ്രാസ് കട്ടർ, ഹൈ ബീം എമർജൻസി ലാമ്പ്, കൂടാതെ ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്ക് മോട്ടോർ കൺട്രോൾ, കൂടാതെ ഞാൻ ജാതിക്ക ഉണക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഡ്രയറും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 25 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ സോളാർ പാനൽ ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. അതിനുവേണ്ട ഇൻവേർട്ടേഴ്സ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഉപയോഗിച്ചിരുന്നു. ഇടയ്ക്ക് ഫേസ്ബുക്കിൽ നീണ്ട ലേഖനങ്ങളൊക്കെ കാണാറുണ്ടല്ലോ, രസകരമായ ലേഖനങ്ങൾ. അതിനെപ്പറ്റി എൻ്റെ പരീക്ഷണശാലയിൽ ചിലതൊക്കെ ഏതെങ്കിലും ഫെയിലിയർ ആവുന്ന സമയത്ത് മനസ്സിനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഫേസ്ബുക്കിലേക്ക് വരുന്നത്. ഫേസ്ബുക്കിൽ എഴുതാറുണ്ട്. ഞാൻ നേരത്തെ തന്നെ അത്യാവശ്യം എഴുതുന്ന ഒരാളാണ്. പല ആനുകാലികങ്ങളിലേക്കും അത്യാവശ്യം ചിലതൊക്കെ എഴുതാറുണ്ട്. 2011 ഹാം റേഡിയോയുടെ 2011 സോവനീറിലേക്ക് നമ്മുടെ മരണപ്പെട്ടുപോയ വസന്തിനെ കുറിച്ച് ഞാൻ എഴുതിയ ട്രിബ്യൂട്ട് 100ലേറെ തവണ വായിച്ചവരുണ്ട്. ഫേസ്ബുക്കിൽ പുത്തുഞ്ചിറക്കാരനായ IAS കിട്ടി വലിച്ചെറിഞ്ഞ ഭിക്ഷാടനം ജീവിതരേഖയാക്കി മാറ്റിയ ദിവാകറിനെ കുറിച്ച് ഞാൻ എഴുതിയത് 8 വോള്യങ്ങളാണ്. അതിൽ ധാരാളം പേരത് വായിക്കാനിടയുണ്ടായി. കൂടാതെ പുത്തുഞ്ചിറയിൽ തന്നെ പലവരെ കുറിച്ച് ഞാൻ എഴുതാറുണ്ട്. അതിൽ തന്നെ പുത്തുഞ്ചിറയിലെ മറ്റൊരു IAS-കാരനായ MK ദേവസി IAS, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ രാഷ്ട്രീയക്കാരെയും ചിലപ്പോൾ മതഭ്രാന്തന്മാരെയൊക്കെ കടന്നാക്രമിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഗുരുവായൂരപ്പന് കവിത എഴുതി സമർപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അത് വെറുതെ ടെൻഷൻ പോകാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ്. ഞാൻ എഴുതുന്നത് എനിക്ക് കക്ഷി രാഷ്ട്രീയമില്ലാതെ ഞാൻ എഴുതും. ചില സമയത്ത് വിമർശിച്ച് എഴുതാറുണ്ട്. ആ വിമർശനം തന്നെ വളരെ സഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വിമർശിക്കുന്ന പതിവ്. അത് എൻ്റെ സർക്കാരിനെ കുറിച്ചായാലും ഞാൻ വിമർശിക്കാറുണ്ട്.
പിന്നെ മറ്റൊന്ന് ഈ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീകൃഷ്ണനെ കുറിച്ചുള്ളൊരു കവിത അത് ഞാൻ ആലപിച്ചു. അത് ഗുരുവായൂർ അമ്പലനടയിലാണല്ലോ സമർപ്പിക്കേണ്ടത്. അത് തന്നെയാണ് അതാണ് അതിൻ്റെ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്നാളെ യേശുദേവനെ കുറിച്ച് എന്തെങ്കിലും പറയുക എഴുതുക വേണ്ട വന്നാൽ എൻ്റെ നിലപാട് അത് തന്നെയായിരിക്കും. കാരണം നമുക്ക് മതം ജീവിതത്തിലെ രണ്ടാമത് പോലും വരരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മതം നമ്മുടെ സ്വകാര്യമായ ഒന്നാണ്. അതിനെ പ്രകടിപ്പിച്ച് നടക്കേണ്ട കാര്യം നമുക്കില്ല. എല്ലാ മതങ്ങളും തുല്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഷാജഹാന് സമൂഹത്തിൽ കിട്ടിയ ആദരവുകളെ പറ്റി പറയാം. ഒത്തിരി അവാർഡുകളൊക്കെ അവിടെ ഇരിക്കുന്നു, സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോസൊക്കെ. അതിനെ പറ്റി ചുരുക്കത്തിൽ പറയാം. വിവിധ സംഘടനകളിൽ നിന്നായിട്ട് എനിക്ക് ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി പുത്തഞ്ചിറക്കാരെന്നെ സ്നേഹിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പുത്തഞ്ചിറയിലെ അബ്ദുൽ കലാം എന്ന് വരെ എനിക്ക് ലഭിച്ച ചില അവാർഡുകളിലുണ്ടെന്ന് കാണുമ്പോഴാണ് അവരെത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെ മതിയല്ലോ നമുക്ക്. അതൊക്കെ ഒരു ഭാഗ്യമാണല്ലോ അങ്ങനെ കിട്ടുക എന്ന് വെച്ചാൽ. ഷാജഹാന് പൊതുസമൂഹത്തോട് എന്താ പറയാൻ ഒരു സന്ദേശം? പൊതുസമൂഹത്തോടൊരു സന്ദേശം നൽകാനുള്ള അത്ര വലിയൊരാളൊന്നും ഞാൻ കരുതുന്നില്ല. ഞാനിപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവന് നാം നമുക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാതിരിക്കുക. നമ്മൾ പ്രത്യേകിച്ചും സഹജീവികളോട് കരുണ കാണിക്കുക, നമ്മളെക്കാൾ താഴെയുള്ളവരോട് പ്രത്യേകിച്ചും. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുന്നിൽ ഒരു കർഷകൻ വന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. അവരെ എത്രയും വേഗം അവരുടെ കാര്യങ്ങൾ നിവർത്തിച്ച് അവരെ എത്രയും വേഗം സന്തോഷത്തോടെ പറഞ്ഞയക്കുക. കാരണം അവരുടെ വിയർപ്പാണ് നിങ്ങളുടെ ഭക്ഷണം, അവരുടെ നികുതികളാണ് നിങ്ങളുടെ ശമ്പളം എന്നുള്ള കാര്യം നിങ്ങളെപ്പോഴും മറക്കാതിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ജീവിതം തന്നെ നമ്മൾ പണത്തിന് വേണ്ടി ജീവിക്കാതിരിക്കുക. പണം നമുക്ക് വേണം, പക്ഷെ പണത്തിന് വേണ്ടി ജീവിക്കാതിരിക്കുക. ഒരു സ്നേഹിതനായ ഷാജഹാനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുക, നല്ല കുറേ ഉത്തരങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നു. പക്ഷെ ഇപ്പോൾ മടങ്ങുന്നത് വളരെ ആദരവോടുകൂടി. ഇന്ത്യൻ തോട്ട്സിൻ്റെ ഈ ഉപഹാരം സദയം സ്വീകരിക്കുക. ഇത്രയും സമയം ഈ അഭിമുഖത്തിൽ പങ്കെടുത്തതിന് ഒത്തിരി നന്ദി. എന്നെ കാണുവാനും എന്നെ കൂടുതൽ അറിയുവാനും എന്നെ കേൾക്കുവാനും ഇവിടെ വരെ എത്തിയ താങ്കൾക്ക് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം താങ്കളുടെ ടീമിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ എന്നെ ഇതുവരെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു.